നമസ്കാരം. സെന്റർ ഓഫ് റിഗ്രസ് എക്സലൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പോകാം. അഗ്രികൾച്ചർ ഇൻ കേരളമാണ് നമ്മുടെ വിഷയം. കേരളത്തിലെ കൃഷി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഫിസിക്കൽ ഫാക്ടേഴ്സ്, അതോടൊപ്പം തന്നെ ഹിസ്റ്റോറിക്കൽ പ്രോസസ്സും സോഷ്യോ എക്കണോമിക് ചേഞ്ചസ് എല്ലാം തന്നെ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു അഗ്രികൾച്ചർ ആണ് നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നത്. സോ ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നത് സർവീസ് സെക്ടർ ആണെങ്കിൽ പോലും അഗ്രികൾച്ചറിനും അതിൻ്റെതായിട്ടുള്ള ഇവിടെ ഇമ്പോർട്ടൻസ് സംസ്ഥാനത്തുണ്ട്. ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി കൊടുക്കുന്നത്, റൂറൽ എക്കണോമിയെ പുഷ്ടിപ്പെടുത്താനും അതോടൊപ്പം തന്നെ കൾച്ചറൽ ആയിട്ടുള്ള ഐഡന്റിറ്റിക്ക് വേണ്ടി നമ്മൾ ഇന്നും കൃഷിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഇവിടെ ക്രോപ്പ് കൾട്ടിവേഷൻ, അതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റോക്ക് റിയറിങ്ങും, പിന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്യാനും, ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാനും, എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാനും, അതോടൊപ്പം തന്നെ എക്സ്പോർട്ട് ഏർണിങ്ങിനൊക്കെ ആയിട്ട് കൃഷിയെ ആൾക്കാർ ഉപജീവന മാർഗമായി കാണുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ അഗ്രികൾച്ചറിന്റെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ലൈവ്ലിഹുഡ് ആൻഡ് റൂറൽ എംപ്ലോയ്മെന്റ്. ഗ്രാമീണ ജനവിഭാഗങ്ങൾക്ക് ലൈവ്ലിഹുഡ് ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഹൈ ക്രോപ്പ് ഡൈവേഴ്സിറ്റി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരുപാട് അഗ്രോ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്രോപ്പ് വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ ഇവിടെ കൃഷി ചെയ്യുന്നത് പ്ലാന്റേഷൻ ക്രോപ്സും ക്യാഷ് ക്രോപ്സും ആണ്. ലൈക്ക് റബ്ബർ, കോക്കനട്ട്, ടീ, കോഫി, സ്പൈസസ് ഇതൊക്കെയാണ്. ഇതിന്റെ ഒരു ഡൊമിനേഷൻ സംസ്ഥാനത്ത് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും. അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എക്സ്പോർട്ട് ഏർണിങ്ങിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ റൂറൽ ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഇവിടെ നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഹോം ഗാർഡനിങ് സിസ്റ്റം കാണാനായിട്ട് സാധിക്കും. ലൈക്ക് മിക്സഡ് ക്രോപ്പിംഗ് പോലുള്ള സംവിധാനം ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ അഗ്രികൾച്ചറിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ ഫുഡ് സെക്യൂരിറ്റിയെ മീറ്റ് ചെയ്യാനും എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ കൾച്ചറൽ കണ്ടിന്യൂറ്റി തുടർന്നുകൊണ്ട് പോകാനൊക്കെ തന്നെ കൃഷി ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. കേരളത്തിലുള്ള കൃഷിയുടെ ഫിസിക്കൽ ആൻഡ് അഗ്രോ ക്ലൈമാറ്റിക് ബേസിസ് എന്താണെന്ന് നോക്കാം. കേരളത്തെ 3 ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹൈലാൻഡ്സ്, മിഡ്ലാൻഡ്സ് ആൻഡ് ലോലാൻഡ്സ്. ഓരോന്നും എടുത്ത് പഠിക്കാം. ഹൈലാൻഡ് എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ട് വരും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ വളരെ കൂൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും, ഹിൽ ഏരിയകളായിരിക്കും, കുത്തനെയുള്ള സ്ലോപ്പുകൾ കാണപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഴ വളരെ ശക്തമായി ലഭിക്കുന്ന പ്രദേശങ്ങളും ആയിരിക്കും. ഇവിടുത്തെ അഗ്രികൾച്ചറൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്ലാന്റേഷൻ ക്രോപ്പുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയും മണ്ണുമാണ് ഹൈലാൻഡിലുള്ളത്. ഇവിടെ വിളവെടുക്കുന്ന പ്രധാനപ്പെട്ട വിളയിനങ്ങൾ ടീ, കോഫി, കാർഡമം, പെപ്പർ തുടങ്ങിയ ഐറ്റംസ് ആയിരിക്കും. പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ഹൈലാൻഡുകളിൽ ഏറ്റവും കൂടുതൽ കൃഷി ദായകരായിട്ടുള്ള ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയും വയനാടുമാണ്. ഹില്ലയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ ടീ, കോഫിയൊക്കെ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഇടുക്കിയും വയനാടും തന്നെയാണ്. ഇനി മിഡ്ലാൻഡ് റീജിയൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതൊരു അൺഡ്യുലേറ്റിംഗ് ആയിട്ടുള്ള ടെറൈൻ ആണ്. ഏറ്റവും കൂടുതൽ ഇവിടെ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് സോയിലാണ്. മൺസൂൺ മഴ പെയ്തുണ്ടാക്കുന്ന ലാറ്ററൈറ്റ് മണ്ണാണ് ഇവിടെ കൂടുതലായിട്ട് ഉള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന അഗ്രികൾച്ചറൽ പാറ്റേൺ എന്ന് പറയുന്നത് മിക്സഡ് ക്രോപ്പിംഗും പ്ലാന്റേഷൻ ഫാമിംഗും ആണ്. മേജർ ക്രോപ്സ് നോക്കുകയാണെങ്കിൽ കോക്കനട്ട്, റബ്ബർ, അരക്നട്ട്, സ്പൈസസ് തുടങ്ങിയവയാണ്. പ്രധാനപ്പെട്ട ജില്ലകൾ നോക്കുകയാണെങ്കിൽ എറണാകുളം, കോട്ടയം, തൃശ്ശൂരൊക്കെ വരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഇടനാട് റീജിയൻ, മിഡ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഡിവിഷൻ ഈസ് ലോലാൻഡ്സ്. കോസ്റ്റൽ പ്ലെയിനുകളെ കുറിച്ചാണ് പറയുന്നത്. വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള അലൂവിയൽ സോയിൽസ് കാണപ്പെടുന്നത്. അതോടൊപ്പം വെറ്റ്ലാൻഡ് ആൻഡ് ബാക്ക് വാട്ടേഴ്സ് ഒക്കെ ഒരുപാട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് കേരളത്തിന്റെ തീരദേശം. ഇവിടുത്തെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടത് ഈ പാഡി കൾട്ടിവേഷനും കോക്കനട്ട് കൾട്ടിവേഷനും ഒക്കെ തന്നെയാണ്. കുട്ടനാട്, കോൾ നിലങ്ങൾ, തൃശ്ശൂരുള്ള കോൾ നിലങ്ങൾ, അതോടൊപ്പം ഇങ്ങനത്തെ പ്രദേശങ്ങളെല്ലാം, തീരപ്രദേശങ്ങളെല്ലാം തന്നെ ഇങ്ങനെ പാഡിയും കോക്കനട്ടും കൾട്ടിവേറ്റ് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ്. കേരളത്തിലെ അഗ്രികൾച്ചറൽ ലാൻഡ് യൂസ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് 55% ആണ്. ഈ പ്ലാന്റേഷൻ ക്രോപ്പുകളും ഫുഡ് ക്രോപ്പുകളൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 55%-ലധികം വരുന്ന പ്രദേശം ഉപയോഗിക്കുന്നത്. അടുത്ത ഫോറസ്റ്റ് ലാൻഡ് നോക്കുകയാണെങ്കിൽ ഒരു 28% വരും. നമ്മളുടെ സംസ്ഥാനം 33 മീറ്റ് ചെയ്തിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ലെവലിൽ നമ്മൾ ഫോറസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഹൈലാൻഡ് റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കാണപ്പെടുന്നത്. ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ടായിരിക്കും ഈ ഫോറസ്റ്റ് ഏരിയ നിലനിൽക്കുന്നത്. ഇത് രണ്ടും കൂടാതെ ഉള്ളതാണ് നോൺ അഗ്രികൾച്ചർ ലാൻഡ്. കൃഷിക്ക് ഉപയോഗിക്കാത്ത നിലം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് 11% വരും. ഇവിടെ മനുഷ്യ ജനവാസമുള്ള മേഖലകളുണ്ട്, വ്യവസായ മേഖലകൾ, ഇൻഫ്രാസ്ട്രക്ചറുകൾ, അതോടൊപ്പം തന്നെ മറ്റ് യൂസസിനായിട്ട് ഉപയോഗിക്കുന്ന നിലമൊക്കെയാണ് ഈ ഒരു 11%-ൽ വരുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രോപ്പ് ഗ്രൂപ്പുകൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഫുഡ് ക്രോപ്സ് ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിളവെടുക്കുന്ന ഭക്ഷ്യ ഇനമാണ് അരി, നെല്ല്,
പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം കുട്ടനാടും ജില്ല പാലക്കാടുമാണ്. അതോടൊപ്പം തൃശ്ശൂരിലെ കോൾനിലങ്ങളിലും ഈ നെല്ല് കൃഷി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. കേരളത്തിൽ 3 സീസൺസ് ആണ് ഈ നെല്ല് കൃഷിക്കുള്ളത്. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച തുടങ്ങിയവയാണിവ. അടുത്തൊരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ അത് പ്ലാന്റേഷൻ ആൻഡ് ക്യാഷ് ക്രോപ്സ് ആണ്. നാണ്യ വിളകൾ എന്ന് പറയും, അല്ലെങ്കിൽ തോട്ടവിളകൾ. ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് കോക്കനട്ട്, റബ്ബർ, അരക്നറ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും. കോക്കനട്ട് കേരളത്തിൽ ഉടനീളം കൃഷി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ തെങ്ങുകൾ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ റബ്ബർ എന്ന് പറയുന്നത് കോട്ടയം, പത്തനംതിട്ട ഇതുപോലുള്ള ജില്ലകളിലൊക്കെ ആയിട്ട് ലിമിറ്റഡ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കോട്ടയത്താണ്. ഇനി സ്പൈസ് ക്രോപ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ബ്ലാക്ക് പെപ്പർ, കുരുമുളക്, ഏലം, ഗ്രാമ്പൂ, നട്ട്മഗ്, ജിഞ്ചർ, ഇഞ്ചി, ടർമറിക് തുടങ്ങിയവയാണ്. പ്രധാനപ്പെട്ട ജില്ലകൾ നോക്കുകയാണെങ്കിൽ വയനാട്, ഇടുക്കി, കണ്ണൂർ തുടങ്ങിയ ജില്ലകളാണ്. കേരളം ഇന്ത്യയുടെ സ്പൈസ് ഗാർഡൻ എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്, നോക്കി വെക്കണേ. ഇനി ബിവറേജ് ക്രോപ്സ് നോക്കുകയാണെങ്കിൽ ടീ ആൻഡ് കോഫി ആണ്. ടീ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മൂന്നാറിലും ദേവികുളത്തിലാണ്. വേറാസ് കോഫി എന്ന് പറയുന്നത് വയനാടാണ് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫ്രൂട്ട് ക്രോപ്സ് ആണ്. പ്രധാനപ്പെട്ട ഫലവർഗ്ഗങ്ങൾ നോക്കുകയാണെങ്കിൽ ബനാന, മാംഗോ, ജാക്ക് ഫ്രൂട്ട്, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ വിവിധ ഇനം പഴവർഗ്ഗങ്ങൾ ഇവിടെ നമ്മൾ വിളയിച്ചെടുക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ബനാന പല ഭാഗങ്ങളിലായിട്ട് വാഴ കൃഷി കാണുന്നുണ്ട്. പിന്നെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ഫ്രൂട്ട് ക്രോപ്പ് കൂടെയാണ് ബനാന എന്ന് പറയുന്നത്. അടുത്ത ട്യൂബർ ക്രോപ്പുകൾ നോക്കുകയാണെങ്കിൽ കസാവ, മറ്റേ കൊള്ളി, കപ്പ, സ്വീറ്റ് പൊട്ടറ്റോ, യാം, കൊളക്കേസി എന്ന് വെച്ചാൽ ചേമ്പാണ്. സോ ഇതൊക്കെ ഈ റൂറൽ ഫുഡ് സെക്യൂരിറ്റി മീറ്റ് ചെയ്യാനായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് ഈ ട്യൂബർ ക്രോപ്പ്, കിഴങ്ങ് വിളകൾ എന്ന് പറയുന്നത്. സെൻട്രൽ കേരളയിലും നോർത്തേൺ കേരളയിലും കൂടുതലായിട്ട് ഇവയെല്ലാം വിളവിച്ചെടുക്കുന്നത്. അത് ഓയിൽ സീഡ്സ് ആൻഡ് പൾസസ് ആണ്. ഗ്രൗണ്ട് നട്ട്, സെസം, ഗ്രീൻ ഗ്രാം, ബ്ലാക്ക് ഗ്രാം, ഉഴുന്ന് തുടങ്ങിയവയൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് ഇവിടെ എണ്ണക്കുരുക്കളും പൾസസ് ഒക്കെ തന്നെ കൃഷി ചെയ്യുന്നത്. ഇന്റർക്രോപ്പുകളായിട്ട്, അതായത് ഇടവിളകളായിട്ടാണ്. ഒരു വിളവെടുത്ത് കഴിഞ്ഞ് അടുത്ത ഒരു ഗ്യാപ്പിൽ കൃഷി ചെയ്യാനായിട്ടാണ് ഇവ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇനി കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ ക്രോപ്പുകൾ നോക്കുകയാണെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് കാഷ്യൂ, കൊക്കോ, ഷുഗർ കെയിൻ, കോട്ടൺ തുടങ്ങിയവയാണ്. കാഷ്യൂ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നോർത്തേൺ കേരളയിലാണ്. കൊക്കോ എന്ന് പറയുന്നത് കോക്കനറ്റിന്റെ, അരക്കനറ്റിന്റെ ഒക്കെ ഇന്റർ ക്രോപ്പായിട്ട്, ഇടവിളയായിട്ട്, ഇടയിൽ നടാനായിട്ട് കൊക്കോ ഉപയോഗിക്കാറുണ്ട്. കേരളത്തിന്റെ അഗ്രികൾച്ചറൽ മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റൈസും മറ്റു ക്രോപ്പുകളും ഓയിൽ സീഡ്സ് ഒക്കെ ആ കളർ വെച്ചിട്ടും സയൻസ് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ പ്രദേശത്താണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബേപ്പൂരൊക്കെ കാഷ്യൂനട്ട് അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ സ്പൈസസ്, മീനച്ചിൽ, ഗുണ്ടാറ്, കല്ലട, പുലാന്തോട്, പയസ്വിനി തുടങ്ങിയ പ്രദേശങ്ങൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. ഇനി കൃഷിയുടെ വിവിധങ്ങളായ ബ്രാഞ്ചസിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയുന്നത്. പിസികൾച്ചർ എന്ന് വെച്ചാൽ ഫിഷിന്റെ ബ്രീഡിങ്ങും റിയറിങ്ങും ഒക്കെയാണ് പിസികൾച്ചർ എന്നറിയപ്പെടുന്നത്. നമ്മൾ ഇന്ത്യയുടെ അഗ്രികൾച്ചറിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇനി എപ്പികൾച്ചർ നോക്കുകയാണെങ്കിൽ അത് ബീ കീപ്പിംഗ് ആണ്. തേനീച്ചകളുടെ വളർത്തലിനാണ് എപ്പികൾച്ചർ എന്നറിയപ്പെടുന്നത്. ഫ്ലോറികൾച്ചർ നോക്കുകയാണെങ്കിൽ ഫ്ലവേഴ്സിന്റെ ആണ്. സെറികൾച്ചർ എന്ന് വെച്ചാൽ സിൽക്ക് വേമിന്റെ റിയറിംഗ് ആണ്. പട്ടെടുക്കാൻ വേണ്ടി പട്ടുനൂൽപ്പുഴുക്കളെ വളർത്തുന്നത്. വിറ്റികൾച്ചർ നോക്കുകയാണെങ്കിൽ ഇത് ഗ്രേപ്പ് ആണ്. വൈൻ അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുക, ഗ്രേപ്പ് വൈൻ, വിറ്റി എന്നൊക്കെ. വേർമി കൾച്ചർ നോക്കുകയാണെങ്കിൽ അത് വേർമി കമ്പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള മണ്ണിരകളുടെ കൾട്ടിവേഷൻ ആണ്. ഇനി മോറി കൾച്ചർ പറയുകയാണെങ്കിൽ മൾബറി ചെടികളുടെ സംരക്ഷണം, അതിന്റെ വളർച്ചയാണ് മോറി കൾച്ചർ എന്നറിയപ്പെടുന്നത്. ഹോർട്ടിക്കൾച്ചർ ഉണ്ട്. ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസിന്റെയും ഫ്രൂട്ട്സിന്റെയും കൾട്ടിവേഷൻ ആണ്. കേരളത്തിലുള്ള പ്ലാന്റേഷൻ അഗ്രികൾച്ചർ നമുക്ക് നോക്കാം. സോ കേരളത്തിലുള്ള കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്യാഷ് ക്രോപ്പ് വളരെ ലാർജ് സ്കെയിലിൽ ലാഭേച്ഛ നോക്കിക്കൊണ്ട് വളർത്തിയെടുക്കുന്ന ആ ഒരു മെറ്റീരിയൽ നമ്മൾ കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറയാം. ഇപ്പോൾ ടീ, കോഫി, റബ്ബർ, ബനാന ഇതൊക്കെ തന്നെ അത് ലാഭം നോക്കി വിളവിച്ചെടുക്കുന്ന ക്രോപ്സ് ആണ്. ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നമ്മൾ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ലാർജ് സ്കെയിലായിട്ടുള്ള എംപ്ലോയ്മെന്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും ഇങ്ങനത്തെ കൊമേഴ്ഷ്യൽ ഫാമിങ്ങിൽ. അതോടൊപ്പം തന്നെ അഗ്രോ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്തിനെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് കൂടുതലായിട്ട് നേടാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഈ ഒരു മേഖല വളരുന്നതിനോടൊപ്പം തന്നെ വികസിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ ഗ്ലോബലി ഉണ്ടാകുന്ന പ്രൈസ് ഫ്ലക്ച്വേഷൻസിനെല്ലാം തന്നെ വൾണറബിൾ ആയിരിക്കും നമ്മളുടെ ഇവിടെയുള്ള ഫാമിംഗ് എന്ന് പറയുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ മോണോകൾച്ചർ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ, അതായത് ഒരേ വിള തന്നെ ഒരേ സ്ഥലത്ത് ചെയ്തുകൊണ്ടിരുന്നാൽ സോയിൽ എക്സ്പോഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് മണ്ണിന്റെ ഫലഭൂഷ്ടി കുറഞ്ഞു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്.
അതോടൊപ്പം തന്നെ ലോക്കൽ കമ്മ്യൂണിറ്റി എല്ലാം തന്നെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് മാറ്റാനുള്ള ഒരു പോസിബിലിറ്റി കൂടി ഉണ്ട്. അതായത് ഒരു കൃഷി ചെയ്യാൻ വേണ്ടി ആ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം ഒഴിപ്പിക്കേണ്ടി വരാറുണ്ട്. ഇപ്പോൾ മൂന്നാർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തേയിലയ്ക്ക് വേണ്ടി എടുക്കുമ്പോൾ അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റി ഒക്കെ തന്നെ ഡിസ്പ്ലേസ് ചെയ്ത് പോകാറുണ്ട്. അങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം. കേരളത്തിലെ ക്രോപ്പിംഗ് പാറ്റേണിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഈ ക്യാഷ് ക്രോപ്പുകൾ അതോടൊപ്പം തന്നെ പ്ലാന്റേഷൻ ക്രോപ്പുകൾ ഒരു ഡൊമിനൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ഇവിടെ കോക്കനട്ട്, റബ്ബർ, ടീ, കോഫി പോലുള്ള ഇങ്ങനത്തെ സ്പൈസസ് സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ കൾട്ടിവേറ്റഡ് ഏരിയയുടെ ഒരു മേജർ ഷെയർ കൊണ്ടുപോയിരിക്കുകയാണ്. ബാലൻസ് പ്രദേശങ്ങളിൽ മാത്രമാണ് നെല്ല് പോലുള്ള സംഭവങ്ങൾ കൃഷി ചെയ്യുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ഈ ഫുഡ് ഗ്രെയിൻസിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഏരിയ കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കാരണം പ്രോഫിറ്റബിൾ ഇവിടെ കുറവാണ്, ലേബർ ഷോർട്ടേജ് നന്നായിട്ട് അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതോടൊപ്പം തന്നെ ലാൻഡ് കൺവേർഷൻ ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ പാഡി കൾട്ടിവേഷൻ എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ഫീച്ചർ നോക്കുകയാണെങ്കിൽ ഇത് മിക്സഡ് ക്രോപ്പിംഗ് ആൻഡ് ഇന്റർ ക്രോപ്പിംഗ് ആണ്. ഇപ്പോൾ കോക്കനട്ട്, അരക്നട്ട്, പെപ്പർ, കൊക്കോ, ബനാന ഇവയെല്ലാം തന്നെ നമുക്ക് ഒരുമിച്ച് നടാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ലാൻഡ് യൂസ് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. നിലം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇടവിളകളായിട്ട് ഇപ്പോൾ കോക്കനറ്റിന്റെ ഇടയിൽ നമുക്ക് ബനാന അല്ലെങ്കിൽ കൊക്കോ കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പെപ്പർ വിളയിച്ചെടുക്കാം. ഇതൊക്കെ എന്ന് പറയുന്നത് അഡ്വാൻറ്റേജ് ആണ്. ഇനി നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ഹോം ഗാർഡൻ സിസ്റ്റം അത് കേരളത്തിലുണ്ട്. ഇപ്പോൾ ട്രഡീഷണലി ഹോം സ്റ്റെഡ് ഫാമിംഗ് നമ്മൾ ഫുഡ് സെക്യൂരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് അതോടൊപ്പം എക്കോളജിക്കൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹോം ഗാർഡനിങ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചറാണ് ഇവിടെ ഉള്ളത്. സോ ഇറ്റ് ഗ്രേറ്റ് എംഫസിസ് ഓൺ കൊമേഴ്ഷ്യൽ ആൻഡ് എക്സ്പോർട്ട് ക്രോപ്സ്. നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യാൻ താല്പര്യപ്പെടുന്ന വിളകളെയാണ് ഇവിടെ വിളയിച്ചെടുക്കുന്നത്. അല്ലാതെ സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അത് പൊതുവെ കേരളത്തിലെ ഫാമേഴ്സ് ചൂസ് ചെയ്യാറില്ല. ഇനി നോക്കുകയാണെങ്കിൽ ഹൈ ക്രോപ്പ് ഡൈവേഴ്സിറ്റി പെർ യൂണിറ്റ് ഏരിയ ആണ്. അതായത് നമ്മളൊരു പ്രത്യേക ഏരിയ എടുക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന വിള വൈവിധ്യം എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. കാരണം ഇവിടെ ഒരുപാട് അഗ്രോ ക്ലൈമാറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ലാൻഡിന്റെ ഓണർഷിപ്പ് ആണ്. ഇതൊക്കെ തന്നെ മൾട്ടിപ്പിൾ ക്രോപ്സിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്രോപ്പിംഗ് പാറ്റേൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഫാക്ടർ ഫിസിയോഗ്രഫി ആണ്. സോ കേരളത്തെ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഹൈലാൻഡ്, മിഡ്ലാൻഡ് ആൻഡ് ലോ ലാൻഡ്. ഇതെല്ലാം തന്നെ ഈ 3 തരം പ്രദേശങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്രോപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്ന റീജിയൻസ് ആണ്. ഇവിടുത്തെ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് ആണ് വരുന്നത്. മഴ ഒരുപാട് കൂടുതൽ കിട്ടുന്ന ഒരു സംസ്ഥാനമാണ്. ഇതെല്ലാം തന്നെ പ്ലാന്റേഷൻ ക്രോപ്പുകൾക്ക് ഫേവറബിൾ ആയിട്ട് വരുന്ന ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആണ്. അടുത്തത് ഇവിടുത്തെ മണ്ണിനെ നോക്കുകയാണെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ കാണപ്പെടുന്നുണ്ട്, ഫോറസ്റ്റ് സോയിൽ, അലൂവിയൽ സോയിൽ. ഇവയെല്ലാം തന്നെ ക്രോപ്പ് ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് സോയിൽസ് ആണ്. ഇനി ലാൻഡ് റീഫോംസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ഹോൾഡിങ്ങുകളെല്ലാം തന്നെ മിക്സഡ് ക്രോപ്പിംഗ് അതോടൊപ്പം തന്നെ ഹോം സ്റ്റെഡ് ഫാമിങ്ങിനെയും എൻകറേജ് ചെയ്യുന്നതായിട്ട് കാണാം. മാർക്കറ്റ് ഓറിയന്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കൊമേഴ്ഷ്യൽ ആൻഡ് എക്സ്പോർട്ട് ക്രോപ്സ് ആണ് നമ്മളിവിടെ കൂടുതലായിട്ടും എംഫസൈസ് ചെയ്യുന്നത്. ലേബർ അവൈലബിലിറ്റി ആണെങ്കിൽ ലേബർ കോസ്റ്റ് ഇവിടെ ഒരുപാട് കൂടുതലാണ്. ഇറ്റ് അഫക്ട് ക്രോപ്പ് ചോയ്സസ് ആൻഡ് ഫാമിംഗ് ഇന്റൻസിറ്റി. അതുകൊണ്ട് തന്നെ ആൾക്കാരെ വേണ്ടത്ര നമുക്ക് ലേബർ ഷോർട്ടേജ് വരാറുണ്ട്. പിന്നെ ഇത് ആ ഒരു വിളയുടെ ലാഭത്തെയും മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട്. കേരളത്തിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ബോർഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ്. ഇതാണ് കേരളത്തിന്റെ കോർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫുഡ് ആൻഡ് ക്യാഷ് ക്രോപ്പ് പ്രൊഡക്ഷനെ റിസർച്ച്, അഗ്രോ എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ സർവീസസ് വഴി എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ധർമ്മമായിട്ട് വരുന്നത്. അടുത്ത ഒരു സ്ഥാപനമാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള, VFPCK എന്ന് പറയും. 2001 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ഫാർമർ മെജോറിറ്റി കമ്പനികളെ പ്രൊമോട്ട് ചെയ്യുക, അതിന്റെ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, പിന്നെ വാല്യൂ അഡീഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെയാണ് ഇവയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡാണ്. 1976 നിർമ്മിച്ചിട്ടുള്ള ഒരു ബോർഡാണിത്. കാറ്റിൽ ബ്രീഡിംഗ് അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ലൈഫ് സ്റ്റോക്കിന്റെ ഇംപ്രൂവ്മെന്റ് എല്ലാം തന്നെ ഈ ഒരു പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഈ ഒരു സ്ഥാപനത്തിന്റെ താഴെ വരുന്നതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്നൊക്കെ പറയുന്നത്. അത് കിസാൻ കേരള എന്നൊരു ഓർഗനൈസേഷൻ ആണ്. ഇതൊരു ICT ബേസ്ഡ് ആയിട്ടുള്ള അഡ്വൈസറി പ്ലാറ്റ്ഫോം ആണ്. കർഷകർക്ക് വേണ്ട നിർദ്ദേശങ്ങളും മറ്റും നൽകാനുള്ള IT സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണിത്. ഇതൊരു ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ ഫാമേഴ്സിന് കൊടുക്കുന്ന ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട അഗ്രികൾച്ചറൽ മിഷൻസ് പദ്ധതികൾ നോക്കാം. ആദ്യത്തേത് ഹോർട്ടിക്കൾച്ചർ മിഷനാണ്. 2005-06 കാലയളവിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതൊരു ഹോർട്ടിക്കൾച്ചറിന്റെ സമഗ്രമായിട്ടുള്ള ഡെവലപ്മെന്റിനെ ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ്. അതിന്റെ പ്രൊഡക്ഷൻ, പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് എല്ലാം തന്നെ ഈ ഒരു പദ്ധതിയുടെ കുടക്കീഴിൽ വരുന്നുണ്ട്.
അടുത്ത മിഷനാണ് ഹരിത കേരളം. ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇനീഷ്യേറ്റീവാണ്. റീസെന്റ് ആയിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ആൻഡ് വളരെ സക്സസീവ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ്. വേസ്റ്റ് മാനേജ്മെന്റിനോടൊപ്പം തന്നെ വാട്ടർ റിസോഴ്സസിന്റെ റീജുവനേഷൻ, അതായത് ജലസംഭരണികളുടെ ഒക്കെ തന്നെ പുനരുദ്ധാരണം, പിന്നെ ഓർഗാനിക് ഫാമിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഈ ഹരിത കേരളം മിഷന്റെ പ്രധാന അജണ്ടകളായിട്ട് വരും. കേരളത്തിന് റിച്ച് ആയിട്ടുള്ള ഒരു സോയിൽ ഡൈവേഴ്സിറ്റി ഇവിടെ നമുക്ക് കാണാം. ലാറ്ററൈറ്റ് സോയിൽ, ഫോറസ്റ്റ്, അലൂവിയൽ, കോസ്റ്റൽ, സാൻഡി സോയിൽ, ഹൈഡ്രോമോർഫിക് സോയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്രോപ്പ് പാറ്റേൺ ഫോളോ ചെയ്യാൻ കേരളീയരെ സഹായിക്കുന്ന കുറച്ച് ഘടകങ്ങളാണ്. സോ ഈ സോയിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫിസിയോഗ്രഫി, ക്ലൈമറ്റ് ആൻഡ് മൺസൂൺ റെയിൻഫോളിനൊക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കാണപ്പെടുന്നത്. ആൻഡ് ഇങ്ങനെ വളരെ വൈയക്തികമായിട്ടുള്ള ക്രോപ്പുകൾ നമുക്കിവിടെ കോക്കനട്ട്, പാഡി ഇങ്ങനത്തെ കൾട്ടിവേഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സോയിൽസ് കേരളത്തിലുണ്ട്. എന്നാൽ നമ്മുടെ നാട് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തൊക്കെയാ വെച്ചാൽ ഇവിടെ മണ്ണൊലിപ്പ് കുറച്ച് കൂടുതലാണ്. കുത്തനെയുള്ള പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ ലാൻഡ് സ്ലൈഡും മണ്ണൊലിപ്പ് സംഭവങ്ങളൊക്കെ കൂടുതലാണ്. ഈ ചെരിവ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ന്യൂട്രിയന്റ് ലീച്ചിങ് നടക്കുന്നുണ്ട്. വെള്ളത്തോടൊപ്പം തന്നെ മണ്ണിലുള്ള ജൈവാംശവും ഘടകങ്ങളെല്ലാം ഒലിച്ചു പോകുന്ന ഒരു പ്രക്രിയയുണ്ട്. അതോടൊപ്പം അസിഡിറ്റി കൂടിയ മണ്ണിനുമാണ് ഈ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. പിന്നെ ലാൻഡ് ഡീഗ്രഡേഷനും നമ്മുടെ അഗ്രികൾച്ചറിനെ അഫക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി സോയിൽ കൺസർവേഷനും അതോടൊപ്പം തന്നെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ മാനേജ്മെന്റ് എല്ലാം തന്നെ നമുക്ക് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയും എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുമെന്ന് പറയുന്നു. താങ്ക് യു.